ഡൽഹിയിൽ പുതുതായി നടപ്പിലാക്കിയ വാഹനനയം കാരണം പണികിട്ടിയത് ഉടമകൾക്കാണ്. ഡൽഹിയിൽ വർദ്ധിച്ചുവരുന്ന അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി പഴയ വാഹനങ്ങളിൽ ഇന്ധനം നിഷേധിക്കുന്ന നടപടിയിലേക്ക് സർക്കാർ കടന്നത്. 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും 15 വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കുമായിരുന്നു നിരോധനം. 2014 ദേശീയ ഹരിത ട്രൈബ്യൂണൽ വിധി പിന്നീട് സുപ്രീംകോടതി ശരിവെക്കുകയും ചെയ്തു. ഈ നിയമത്തിന് പിന്നാലെ ഡൽഹി സ്വദേശിയായ നിതിൻ ഗോയൽ 65 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ 2013 മോഡൽ ജാഗർ ലാൻഡ് റോവർ വിറ്റത് 8 ലക്ഷം രൂപയ്ക്കാണ്. 40 ലക്ഷം രൂപ നൽകി 10 വർഷം പഴക്കമുള്ള മെർസിഡസ് സി ക്ലാസ് CDI സ്പോർട്ട് ലിമിറ്റഡ് എഡിഷൻ വാഹനം വിറ്റതാകട്ടെ വെറും 4 ലക്ഷം രൂപയ്ക്കും. സമാനമാണ് ഡൽഹി സ്വദേശി വരുൺ വിജിന്റെ അനുഭവം. ലക്ഷറി SUV ആയ 2015 മോഡൽ മെർസിഡസ് ബെൻസ് M വിറ്റത് 2.5 ലക്ഷത്തിനാണ്. 84 ലക്ഷം രൂപയ്ക്കാണ് വാഹനം സ്വന്തമാക്കിയത്. 1.35 ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം പൂർണ്ണമായ സർവീസിംഗും പുത്തൻ ടയറുകളും ഉണ്ടായിട്ടും വിപണിയിൽ വില ലഭിച്ചില്ല എന്നാണ് വരുൺ പറയുന്നത്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കാൻ ശ്രമിച്ചെങ്കിലും അതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഭാവിയിൽ ഇത്തരം നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ 62 ലക്ഷം രൂപയ്ക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ വരുൺ പുതുതായി വാങ്ങി. സമാനമായ അനുഭവങ്ങളാണ് ഡൽഹിയിലെ വാഹന ഉടമകൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഈ നയത്തെ അന്യായമെന്ന് വിളിക്കുകയും പ്രായപരിധി പരിമിതപ്പെടുത്തുന്നതിന് പകരം കൂടുതൽ പ്രായോഗികമായ ഒരു നയം സ്വീകരിക്കാൻ അധികാരികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.